അതായത് നമ്മൾ പറഞ്ഞാല് ഇപ്പൊ ഈ വനിതാ വിരുദ്ധ തിയേറ്ററിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി എന്താ പറയുക? അതൊരു യൂണിവേഴ്സ് ആയിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളത് പറയും. അതിപ്പോ എല്ലായിടത്തും ഓരോരോ യൂണിവേഴ്സ് ആണല്ലോ. നമ്മളിപ്പോ 2-3 റീൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ യൂണിവേഴ്സ് ആണ് ആൾക്കാർ പരസ്പരം. അല്ല, ഇപ്പൊ ഞാനിപ്പോ അവിടെ കണ്ടിട്ട് വെച്ചാൽ ഈ വനിതാ തിയേറ്ററിൽ ഇപ്പൊ ഒരു കലോത്സവം നടത്താനുള്ള പരിപാടിയായിട്ടുണ്ട്. ഓരോ വെള്ളിയാഴ്ചയുള്ള ഓരോ ടീമുകൾ ഇപ്പൊ കുറഞ്ഞു തോന്നുന്നു. ഇപ്പൊ അധികം മലയാള സിനിമകൾ കുറഞ്ഞോണ്ടിട്ടാവും. മലയാള സിനിമകൾ പറഞ്ഞിപ്പോ ആ ടൈമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ കലാകാരന്മാരായിട്ടുള്ള സിനിമകൾ ഇറങ്ങിക്കൊടുത്ത് വെച്ചാൽ അതിൽ ഓരോരോ വേഷങ്ങളാണ്. പുഷ്പ, പിന്നെ കണ്ണപ്പ, അങ്ങനത്തെ പടങ്ങളൊക്കെയാണ്. നമുക്കിപ്പോ അവര് ചെയ്യേണ്ട ഒരു ഗെറ്റപ്പ് ഉണ്ട്. ഇപ്പൊ ചോട്ടാമുണ്ട് റീ റിലീസിന് അപ്പോഴും ഉണ്ടായിരുന്ന ആൾക്കാർ തലയുണ്ടായാലും തലേന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ പാട്ടിന്റെ അല്ല, ഒരു ദിവസം എനിക്ക് വനിതാ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും കൂടെ ഒരുമിച്ചെടുത്തിട്ട് ഒരു പരിപാടിയൊക്കെ നടത്തിയ നൈസായിരിക്കും. നൈസായിരിക്കും. പക്ഷെ അവിടെ നിന്ന് പടി കിട്ടും. അല്ല, അതുകൊണ്ട് അവര് തമ്മില് അടി കിടക്കുന്നവരും അല്ല ഈ എന്നുവെച്ചാ ആ ഒരു യൂണിവേഴ്സിലേക്ക് പറ്റില്ലേ ആദ്യം വന്നത് ആറാട്ടുണ്ട് ഞാൻ തന്നെ പറയേണ്ടി വരും. ആറാട്ടെണ്ണം തന്നെ. കാരണം ആറാട്ടെന്നുള്ള സിനിമ അതിനു മുമ്പ് നമ്മൾ ഉണ്ണി ആ പടം കൊണ്ട് ആക്കി ഗുണം കിട്ടിയേക്കണത് പുള്ളിക്കാവുന്നുണ്ട്. പുള്ളി അവര് കാരണമാണ് ഈ ഒരു യൂണിവേഴ്സ് ഓപ്പൺ ആവാൻ കാരണം. ഇപ്പൊ ഡോക്ടർ സ്ട്രേഞ്ച് കാരണമാണ് മൾട്ടിവേഴ്സ് യൂണിവേഴ്സ് ഓപ്പൺ ചെയ്തത്. ഡോക്ടർ സ്ട്രേഞ്ച് അതുപോലെ തന്നെയാണ് പുള്ളിയാണ് അതൊരു യൂണിവേഴ്സ് ഓപ്പൺ ചെയ്ത് കൊടുത്ത. പിന്നീട് അതിലോട്ട് കടന്നൊരു അതിഥിയാണ് നമ്മുടെ ഞാനിപ്പോഴും ആറാട്ടെണ്ണം തന്നെയാണ്. ആദ്യം വന്നത് ആറാട്ടെണ്ണം ആറാട്ടെണ്ണാണ്. അവൻ വളർത്തിയ പണ്ടിലാണ് റീസെന്റ് ഇപ്പൊ അവരൊരു ഇന്റർവ്യൂ ഇറങ്ങിയിട്ടല്ലേ ലിൻജോസ് പെരേര. ലിൻജോസ് പെരേര നിന്റെ നാട്ടുകാരല്ലേ? നിന്റെ പഞ്ചായത്തിലൂടെ ഞാനൊക്കെയാണ്. പക്ഷെ ആർക്കും ആരും നമുക്ക് എഴുതി തള്ളാൻ പറ്റൂല. ചിലപ്പോ വേറെ വല്ല റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാറ്റി പറയേണ്ടി വരും. ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ അവരുടെ കൂട്ടത്തിൽ തന്നെ എല്ലാരും മോഹൻലാൽ വെച്ചിട്ടാണ് മോഹൻലാലും മമ്മൂട്ടിനെ വെച്ചിട്ട് അവന്മാരുടെ കമ്പയർ ആണ്. കഴിഞ്ഞ ദിവസം ഓരോരോ വീഡിയോ ഇന്റർവ്യൂ ഇറങ്ങിയപ്പോ തന്നെ മൾട്ടി സ്റ്റാർ റീൽ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ അവരുണ്ട്. ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് വേറെ യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിന്ന് കണക്ഷൻ ചെയ്തിട്ട് വേറെ ഇതിലോട്ട് പോയിട്ടുണ്ട് കുറച്ച് അത് ഫോക്കസ് ചെയ്ത് തന്നെ ആൾക്കാര് എൻഡ് ഓഫ് ദ ഡേ ആൾക്കാരെ കുറിച്ച് ഡിപ്രഷനും കാര്യങ്ങളും അവരേറെ മാറുന്നുണ്ട്. കാരണം ഇപ്പൊ അവരുടെ ഇന്റർവ്യൂവും അത് ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യുന്നുണ്ട്. കുറച്ചാൾ ഞാൻ വീട്ടിലൊക്കെ വന്നിരിക്കുന്ന ടൈമില് സൗദി പോയി വന്ന ടൈമില് വീട്ടിൽ വന്നിരിക്കണേ എനിക്ക് പുറത്തോട്ടൊന്നും പോകാൻ പറ്റാത്ത ടൈമാണ് അതിന്. കാരണം ആ ടൈമിലൊക്കെ ഇതൊക്കെ ഇരുന്നിട്ട് ഇവരുടെ റീലും ഇവരുടെ വീഡിയോസ് കാണും. കമന്റ് ബോക്സ് ആണ് മെയിനായിട്ട്. വീഡിയോസിന് ഉപരി കമന്റ് ബോക്സ് ആണ്. അവരാണെങ്കിൽ ഇവന്മാരെന്താ പറയണേന്നുള്ള മൈൻഡ് ചെയ്യാണ്ട് അവന്മാര് നടക്കണം. അവർ നോ വൺ കേസ്. കാരണം അവര് ഫണ്ട് ഉണ്ടാക്കണ്ട്. ആറാട്ടണ്ണന് പൈസ ഉണ്ടാക്കണ്ട്. അലിൻജോസ് പെരേരയും പൈസ ഉണ്ടാക്കണ്ട്. ബാക്കി അവരുടെ യൂണിവേഴ്സിറ്റിയുള്ളവന്മാരെയാണ്ട് കൂടുതൽ അവന്മാര് പൈസ ഉണ്ടാക്കണ്ട്. അത് ഇപ്പൊ കല്യാണ പരിപാടിക്കായാലും നല്ല ഫണ്ട് വാങ്ങുന്നുണ്ട്. ആറാട്ടണ്ണൻ അലിൻജോസ് പെരേര ഒരുമിച്ചാണ് എല്ലാ കല്യാണ പരിപാടിക്കും പോണത്. ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ചയിലും നല്ല അവന്മാര് ചോദിക്കാൻ ഫണ്ട് കൊടുക്കണല്ലോ. ഇപ്പൊ ഒരു വീഡിയോ ഒക്കെ ഇപ്പൊ മറ്റവന്മാര് കളിയാക്കാനായിരിക്കും. പക്ഷെ കളിയാക്കാനായാലും ഇവന്റെ ഒരു വരുമാനം അതിന് കൂടെയാണ്. ശരിയാ. ഇപ്പൊ സോഴ്സ് ഓഫ് ഇൻകം കൂടിയാണ് മറ്റുള്ള ഫണ്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുന്നു. കാരണം അങ്ങനത്തെ ഒരു ഇതും കൂടി വേണം. എന്നുവെച്ചാൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കൂടി വന്നേക്കണം. റിവ്യൂവേഴ്സ് ഒരു യൂണിയൻ കൂടെ തുടങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. ഓൾ കേരള റിവ്യൂവേഴ്സ് അസോസിയേഷൻ. അത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവര് അങ്ങനെ രീതി ഉണ്ടാക്കിയിട്ട് അത് റിവ്യൂവേഴ്സ് പറഞ്ഞാൽ എന്തോരോ റിവ്യൂവേഴ്സ് ഉണ്ട്. ഫുഡ് മൃണാള് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. മൃണാളൊരു ഇപ്പൊ അതിന്റെ വിഷയം നടക്കണ്ടല്ലോ. പുള്ളിയുടെ പേരിലും കുറേശ്ശെ പാവപ്പെട്ടവർക്ക് വേണ്ടിട്ട് തുടങ്ങിയ ഹോട്ടൽ തന്നെ. ഞങ്ങളും തുടങ്ങിയ പാവപ്പെട്ട ഒരു 2000 ടീഷർട്ടിന് പിന്നെ ഒരു 2000 പ്രിന്റിന് പാവപ്പെട്ടവർക്ക് വേണ്ടിട്ടാണ്. പിന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ച ആൾക്കാർ വരുന്നുണ്ട് അതിന് കാര്യങ്ങൾ. പക്ഷെ പുള്ളി ഇത്രയും പൈസ പാവപ്പെട്ടവർക്ക് പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അതൊരു എന്താണ് സ്ട്രാറ്റജിയാണ്. എൻഡ് ഓഫ് ദി ഡേ ഇസ് ആൻ അരി പ്രശ്നം. എല്ലാരും അരി ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ഓട്ടത്തിലാണ്. അപ്പൊ അതിൽ എനിക്കത് എന്തായാലും ഇപ്പൊ നമ്മളതിൽ റീൽ ഇടുന്നുണ്ട്. നമ്മൾ തുടങ്ങിയ റീല് ഫസ്റ്റ് റീലൊക്കെ ഇട്ടപ്പോ കേട്ട തെറിക്ക് ഇതിന് നല്ല ഇതുണ്ടാ. പിന്നെ അവര് പറഞ്ഞ അവർക്ക് തന്നെ മടുത്ത്. എന്തിനാണ് നീ കസരത്തൊക്കെ കാണിക്കുന്നത് അരി വാങ്ങിക്കാൻ? അതന്നെ അരിയുടെ പ്രശ്നമാണ്.
അപ്പൊ ചിലര് സൈഡിൽ കൂടി നോക്കുമ്പോ അമ്മാടത്തും കൂടെ കോപ്രായം കാണിക്കണ്. പക്ഷെ അതൊക്കെ സെയിലായിട്ട് കൺവേർട്ട് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇതൊന്നും ഒരു വലിയതല്ലേ. ഒരിക്കലും വരുന്നത്. ഇല്ല ഇപ്പൊ ആൾക്കാർ ടീഷർട്ട് ആണെങ്കിലും ആൾക്കാരിങ്ങനെ ആബ്സെന്റ് മൈൻഡ് ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും അടുത്ത് തന്നെ എന്തെങ്കിലും ടീഷർട്ടിനെ പറ്റി ആലോചിക്കുമ്പോ എനിക്കിങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അതിൽ നോക്കാലോ. അങ്ങനെ ഒരു enquiry സെലിബ്രിറ്റീസ് വരെ നമ്മൾ ടീഷർട്ട് എടുക്കുന്നുണ്ടല്ലോ. പുറത്ത് പറയുന്നതാണ് ഈ മുകേഷ് ഒക്കെ പറഞ്ഞേക്കുന്നത്. ദേശംമാരി നേരത്തെ പറഞ്ഞ ഒരു ഇന്റർവ്യൂ ഇപ്പൊ അത് മെയിനായിട്ട് നമുക്ക് കാണേണ്ട ഒരു കാര്യം ഉണ്ടായിന്. ആ ഇന്റർവ്യൂ ഇപ്പൊ കണ്ടിട്ടുണ്ട് ഈ ആറാട്ടണ്ണൻ അലിൻജോസ് പെരേര. അവര് തമ്മിലാണ് ഇന്റർവ്യൂ. അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആറാട്ടണ്ണൻ ചോദ്യം ചോദിക്കും, അലിൻജോസ് പെരേര ആൻസർ പറയുന്നത് തമ്മിൽ ഇംഗ്ലീഷിൽ. കാരണം അവർക്ക് അത് റീച്ചാണ് ആ ഒരു മീഡിയക്ക്. ആ മീഡിയന്റെ പേരൊന്നും പറയുന്നില്ല, കാരണം ഇനി അവർക്ക് റീച്ച് ഡെയിലി കാണുന്ന വെറുതെ നമുക്ക് അവർക്കെതിരെ പറഞ്ഞു. എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പടങ്ങൾക്കൊന്നും ഇങ്ങനെ ഒന്നല്ല. ബ്രാഡ് പിറ്റ് ആയിട്ടൊന്നും ആൾക്കാരുണ്ടല്ലോ. ടോം ക്രൂസ് എന്നൊക്കെ പറഞ്ഞ മറ്റേ അഴയമ്പലൊക്കെ തൂങ്ങിയൊക്കെ. അല്ല ഇംഗ്ലീഷ് സിനിമക്കൊന്നും ഇതേപോലത്തെ റിവ്യൂവേഴ്സ് അങ്ങനത്തെ പരിപാടികളൊന്നും മഞ്ഞില്ല. ചാടി ഇറങ്ങാലും ബോഡിപ്പായാലും ഈ യൂണിവേഴ്സിൽ ഇവിടെ അങ്ങനല്ലേ. ഇവര് അവന്മാര് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവന്മാര് ആൾക്കാർ കാണാനായിട്ട് ഡയറക്ടർമാര് കാണാനായിട്ട് അവരുടെ കഴിവുകൾ കാണാനായിട്ടാണെന്ന് പറഞ്ഞിട്ട് അവന്മാര് വന്നിക്കണം. ചിലവന്മാർക്ക് സിനിമയിൽ ചാൻസ് കിട്ടും, ചിലവന്മാർക്ക് കിട്ടൂല. കഴിവുള്ളവൻ രക്ഷപ്പെടും എന്തായാലും. കഴിവില്ലാത്തവന്മാരെ അങ്ങനെ ഉണ്ടെന്ന്. ഇപ്പൊ എന്തോരം റീൽ ചെയ്യണവന്മാരുണ്ട്, അതിൽ എത്ര പേര് രക്ഷപ്പെട്ടു, എത്ര പേര് രക്ഷപ്പെട്ടില്ല. റീച്ച് ഉള്ളവന്മാരുണ്ട്, പക്ഷെ അവന്മാരുടെ പക്ഷെ അവർക്ക് അരി വാങ്ങിക്കാനുള്ള പൈസ മാറ്റുണ്ട്. അരി വാങ്ങാനുള്ള പൈസ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇവന്മാര് സിനിമയിലോട്ട് കയറണം എന്നുള്ള ഉദ്ദേശത്തോടെ ഭൂരിഭാഗം ആൾക്കാർ റീല് കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഇപ്പൊ വനിത ഇന്ത്യയില് മറ്റു അഭിപ്രായങ്ങളൊന്നും എല്ലാരും പറയുന്നുണ്ട്. നമ്മുടെ ഒരു കേസ് എടുത്താൽ തന്നെ മനസ്സിലായോ, ഒരുപാട് വലിയ 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 ആൾക്കാർ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ചെറിയ ഈ ഇൻസ്റ്റഗ്രാമേഴ്സ് ഒക്കെ ഒരു ചെറിയ ഭയങ്കര റേറ്റ് ഒക്കെ വിൽക്കണേ. അപ്പൊ ചിലവര് അതൊരു ബിസിനസ് മൂഡിൽ കാണും, ചിലവര് അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള മൂടി കാണും. അങ്ങനെ രണ്ടുപേരും നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. കാരണം ചിലർക്ക് അതൊരു പാഷനാണ്. എന്തെങ്കിലും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് എന്തെങ്കിലും കൊടുത്താലും അവരായിട്ട് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ചെയ്യാൻ നോക്കും. ചിലർക്ക് അതൊരു പ്യുവർ ബിസിനസ് ആണ്. പക്ഷെ അതും ആവശ്യമാണ്, കാരണം അതൊരു വരുമാന മാർഗമായിട്ട് കാണുന്നതും നല്ലൊരു ഇതാണ്. അതൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ റീച്ച് എന്നുള്ളത് നമുക്ക് വെറുതെ ഉണ്ടാവാത്തതാണല്ലോ റീച്ച്. നമ്മ എന്ത് ചെയ്താലും റീച്ച് കിട്ടണമെങ്കിൽ ഒരു ഇത് വേണം. ആ ഒരു അൽഗോരിതം ഫോളോ ചെയ്ത് പോണവർക്കാണ് ആ റീച്ച് കിട്ടണുള്ളൂ. എത്ര കിടന്നിട്ട് എത്ര പ്യൂർ കണ്ടന്റ് ഇറക്കിയാൽ പോലും ആ റീച്ച് കിട്ടണമെന്നില്ല. ചിലവര് ഈ അടുത്ത് കുറച്ചാൾ മുമ്പ് മറ്റേ കരിക്കിന്റെ ഇതിറങ്ങിയല്ലോ, അവന്മാര് എത്ര 10 സെക്കൻഡിന്റെ ഒരു വീഡിയോക്ക് ഇത്ര ലക്ഷം രൂപ വേണമെന്നും പറഞ്ഞിട്ട് ഇതെന്താണ് അവന്മാർ ഇത്രയും. പക്ഷെ അവന്മാരുടെ കണ്ടന്റിന് എത്രയും റീച്ച്. അല്ല ചിലരിപ്പൊ അത് പറയും, നമുക്ക് തന്നെ ഒരു ഇങ്ങനെ പറയും നമുക്ക് ഇത്ര റീച്ച് വരുന്നുണ്ട്, ഇത്ര പ്രൊഫൈൽ വിസിറ്റ് ഉണ്ട്, ചിലപ്പോ ഫോളോവേഴ്സ് ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ അവർക്ക് ഇത്ര ആൾക്കാർ അവർ സൈറ്റിൽ കയറി കാണാം. അവര് ഫുൾ ട്രാക്ക് ചെയ്യണ്ട സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് അവരിനിയും ഫ്യൂച്ചറിൽ അത്യാവശ്യം നല്ല പോലെ പൈസ നേരത്തെ റീച്ച് ഉണ്ടായിരുന്നമാർക്ക് ഇപ്പൊ റീച്ച് ഇല്ല. ഫോളോവേഴ്സ് ഉള്ളവർക്ക് ചിലപ്പോ ഫോളോവേഴ്സിന്റെ ഒരു 1/4 പോലും ഉണ്ടാവില്ല റീച്ച്. കാലത്തിനനുസരിച്ച് മാറണം, അല്ലെങ്കിൽ പരിപാടി മാറൽ മാത്രമല്ല ഒരു കണ്ടന്റ് അതുപോലെ തന്നെ കൊണ്ടുപോകണം. ഈ കൊറോണ ടൈമിൽ കത്തിയെന്ന് വെച്ചാൽ കുറെ ഇൻഫ്ലുവൻസേഴ്സ് മഷിട്ട് നോക്കിയാൽ കാണാനില്ല. കാരണം അവരൊക്കെ ആ ഒരു ഇതിനനുസരിച്ച് പോയില്ല. അവര് ചെയ്ത കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടേണ്ട കാര്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് പിന്നെ പറഞ്ഞിട്ട് അവർക്ക് കിട്ടേണ്ട അവർക്ക് കിട്ടിയിട്ടില്ലേ, അത്ര അവർക്ക് അത് മതി. പിന്നെ ഉണ്ടാക്കുന്ന പിന്നെ അവിടെ കിടന്നിട്ട് കിടന്ന മേലെയാണ് അവർക്ക്. വിചാരിക്കാത്ത ഒരു ഫാന് മറ്റേ അബുസലീം ആദ്യം ഫോളോ അപ്പ് ചെയ്യാത്ത ആളായിരുന്നു. പക്ഷെ പുള്ളിയുടെ കണ്ടന്റ്സ് ഇതിനൊക്കെ ഭയങ്കര റീച്ചാണ്. പുള്ളിക്ക് നോർത്തിലൊക്കെ നല്ല ഇതാണ്. ഞാൻ ഇപ്പൊ ഈ അടുത്തൊരു റീലാണ് ഞാൻ ജസ്റ്റ് വിസിറ്റ് ചെയ്തപ്പോ 5 എത്രാണ്ട് മില്യൺ വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ നമ്മളെ അക്ക അഭിലാഷ് പുള്ളിക്കാരി മാനേജർ റീച്ചാണ്. ഭയങ്കര എന്താ പറയണ പുള്ളിക്കാരുടെ കൺസിസ്റ്റൻസിനോട് എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട്, അതിനുള്ള എതിർപ്പുണ്ട്.
തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരൊരു ഇതിനകത്തല്ല എതിർപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് ആഡ് ചെയ്യാനൊന്നും പറ്റൂലല്ലോ. നമ്മളിപ്പോ എഡിറ്റ് ചെയ്യാൻ നമ്മൾ ഇതിന്റെ ഉള്ളിൽ എഡിറ്റ് ചെയ്യാനൊന്നുമില്ലല്ലോ. അല്ല അല്ലെങ്കിൽ മറ്റേ അമലാക്കയും സുയിലും തമ്മിലുള്ള ആ ഫോട്ടോ ഇല്ല, അത് വേണമെങ്കിൽ ടാലന്റ് ഉണ്ടായാലെങ്കിൽ അല്ല ഞാൻ പറഞ്ഞ കാര്യമായിട്ട് പറഞ്ഞാല് ഫോട്ടോ ഉണ്ടായിരുന്നില്ല, ഓർമ്മയില്ലേ? കളിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആരെ രാശിക്കാതൊന്നും ഉണ്ടാക്കി, ആരും ഉണ്ടാക്കിയതൊന്നുമില്ല. അങ്ങനെ നമ്മളിപ്പോ പറഞ്ഞത് ഇംഗ്ലീഷ്. ഇപ്പൊ നമ്മ ഭൂരിഭാഗം സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മ ഭയപ്പെടണ കാര്യമാണ്. ഭയപ്പെടണില്ല, നമ്മൾ ഭൂരിഭാഗം ആൾക്കാർക്ക് ഒരു ചെറിയൊരു ഭയം ഉള്ളിലുണ്ട്. നമ്മ പറയുന്നത് തെറ്റിപ്പോവൂല് അങ്ങനെയുള്ള അപ്പുറത്തുനിന്ന് ഒരു ചിരി വരുന്നതാണ് പ്രശ്നം. പക്ഷെ നമുക്ക് പൊട്ടി പറയാം. അങ്ങനെയുള്ളവര് മറ്റേ ഇന്റർവ്യൂ ഒന്ന് കണ്ടുപോയി അലിൻജോസ് പെരേര മറ്റേ അവൻ പറയാം, അവനാ ഒരു കോൺഫിഡൻസിലൊന്നും പറയണേ. പക്ഷെ അപ്പുറത്തേക്ക് ആറാട്ടങ്ങനാണെങ്കിൽ മുട്ടൻ ചിരി അവനെ കളിയാക്കുന്നു. അവനതൊന്നും ചെയ്യുന്ന ബോധവേണില്ല. അവനെ കൂടെ അതിനുള്ള മറുപടി ഇങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞോണ്ടിരിക്കണേ. അവനറിയാം അവിടെ കളിയാക്കണേന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അവൻ അതിന് ഇംഗ്ലീഷ് ജസ്റ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ആൾക്കാർക്ക് തമ്മിൽ അപ്പുറത്ത് കാര്യം പറഞ്ഞു കിട്ടിയാൽ മതി. കാരണം ഇംഗ്ലീഷ് തന്നെ പല രാജ്യത്ത് പല പോലെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഗ്രാമർ ഒന്നും ശരിക്കും ഇംഗ്ലീഷിന് ഗ്രാമറൊക്കെ നമ്മ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. എല്ലാവർക്കും മനസ്സിലായാൽ മതി. ഗ്രാമർ തെറ്റിപ്പോ ഇത് തെറ്റിപ്പോ. ഇപ്പൊ IELTS വേണ്ടി അവര് ഗ്രാമറല്ല നോക്കണം, നമ്മ സംസാരിക്കുന്നുണ്ട്, നമ്മൊരു കോൺഫിഡൻസ്. പിന്നെ വിക്കി മറ്റേ നമ്മ തപ്പി പറയല്. പല രാജ്യങ്ങൾക്ക് ഇംഗ്ലീഷിനോട് ഒരു താല്പര്യം. ഇപ്പൊ ജർമ്മൻ ആണെങ്കിൽ ജർമ്മനി അവരുടെ ഭാഷയ്ക്ക് പ്രാധാന്യം. ചൈനക്കാര് ചൈനീസ് ഭാഷ, അറബികള് അറബി, ഫിലിപ്പീൻസ്, അങ്ങനെ കുറെ രാജ്യങ്ങൾ അവരുടെ രാജ്യക്കാർ ഇതിനായിട്ട് മുൻതൂക്കും. നമ്മ ഇവിടുത്തെ പിന്നെ ഇത്തരം സംസ്ഥാനങ്ങൾ ഇതൊക്കെ ഉള്ള കാരണം കോമൺ ആയിട്ട് ഒരു ഇംഗ്ലീഷുകാർ വന്ന് ഇവിടെ പരിപാടി എടുത്തി പോയത് കാരണം ആ ഒരു ഇതിന്റെ ബേസിലാണ്. നമ്മളിപ്പോ നോർത്തിലോട്ടോ ഇംഗ്ലീഷ് അങ്ങനെ കാര്യമായിട്ടുള്ള ഇതില്ല. നമ്മ ഇവിടെ കിടന്നിട്ട് നോർത്തിലുള്ളവർക്ക് ഹിന്ദി അറിയാൻ പറ്റും. ഹിന്ദിയാണല്ലോ നോർത്തിലോട്ട് ഇന്ത്യ. സൗത്തിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇംഗ്ലീഷ്. കാരണം ഈ IT കമ്പനികളൊക്കെ മെയിൻ ആയിട്ടുള്ളത് ഇവിടെ. പക്ഷെ ഈ മണി എക്സ്ചേഞ്ച് പോലത്തെ മണി മാർക്കറ്റ് കാര്യങ്ങളൊക്കെ നോർത്തിൽ ഉണ്ടെങ്കിൽ പോലും ഈ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിൽ പോകുന്നത് നമ്മുടെ സൗത്തിലേക്ക് ഭൂരിഭാഗം ആൾക്കാരുണ്ടാവുന്നത്. കാരണം എഡ്യൂക്കേഷൻ പരമായാലും ഇപ്പൊ പഠിക്കാനായിട്ട് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സംസ്ഥാനങ്ങൾ കൂടുതൽ സൗത്തിലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നോർത്തിലുള്ളവർ ഇപ്പൊ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് പണി എടുക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലോട്ട് പോകുന്നവരാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ പഠിക്കാൻ നോർത്തിലെ കുറച്ചുകൂടി ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ്. ഗുജറാത്ത് അങ്ങനത്തെ ഏരിയയിലൊക്കെ. ഡൽഹിയിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ എന്ന് വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും ചെറിയൊരാള് നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിലും അവന്മാര് ബിസിനസ് നല്ലൊരു സെൽഫ് എംപ്ലോയ്മെന്റ് പരിപാടി എപ്പൊ തന്നെ എടുക്കും. ഞാൻ നോക്കിയപ്പോ ഒരു കസേര ഇടാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ ഒരു കസേര ഇട്ടിട്ട് അവിടെ ബാർബർ ഷോപ്പ് ആക്കിയേക്കാണ്. ആൾക്കാർ വരുന്നുണ്ട്, മുടി പണിയെടുക്കാൻ മൈൻഡ് സെറ്റ് ഒരു പ്രായം കഴിഞ്ഞാൽ അവര് നേരെ പണിയെടുക്കാൻ ഇറങ്ങണേ. അവരത് ഫോളോ അപ്പ് ചെയ്ത് പോണേ. വേറെ അവര് നോക്കണമെന്നല്ലേ. നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ പഠിക്കണം, ഡിഗ്രി കഴിയണം, ആ ഒരു ഇത് ലെവലിലെത്തണം. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു നമ്മ ഏത് പടമാണ് ഗല്ലി പോയിന്റെ കാറിൽ എന്ന് പറയുന്ന ഒരു സീനുണ്ട്. നമ്മ അതില് അവൻ ഡ്രൈവറായിട്ട് പോകണം. അവിടെ അതിന്റെ മുതലാളി മോളെടുത്ത് ചോദിക്കും, നീനിപ്പോ എന്താ പ്ലാൻ? അപ്പൊ എനിക്കിപ്പോ ഡിഗ്രി ഉണ്ടല്ല, ഇനിയിപ്പോ എന്നെ ജോലി നോക്കിയാലും ഇപ്പൊ ഡിഗ്രി മതിയല്ല എന്നുള്ള പറയുന്നുണ്ട്. അപ്പോഴാണ് ഇവൻ വണ്ടി ഓടിക്കണവൻ്റെ അടുത്ത് ചോദിക്കും, മറ്റേ അവൻ ഗല്ലി പോയിട്ടാകുമ്പോഴത്തേക്ക് നീ എന്താ പഠിച്ചെങ്ങനെ ചോദിക്കും. അപ്പൊ അവൻ പറയും ഡിഗ്രിയാന്ന് പറയും. കണ്ട ഇവന്മാര് വരെ ഇപ്പൊ ഡിഗ്രി പഠിക്കണേ, നീ ഇപ്പൊ MBA ഒക്കെ എടുത്താൽ പോലെ ഇപ്പൊ ഡിഗ്രി എല്ലാവരും എടുക്കണ ഒരു കോമൺ കാര്യം എന്ന് പറഞ്ഞിട്ട് അവനെ ചെറുതാക്കി കാണിക്കണേണ് അവിടെ. ആ ഒരു രീതിയിൽ ഇപ്പൊ അവിടെ പൈസ ഇപ്പൊ ബാക്കിയുള്ളവന്മാര് പഠിച്ച് കയറിയാൽ പോലും അങ്ങനെ ഒരു അപകടന ഉണ്ടാവുക. അതിലെനിക്ക് തോന്നണത് എന്റെ ഇത് കറക്റ്റാണെന്ന് പറഞ്ഞൂടാ. നമ്മുടെ ബാക്കിലേക്ക് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു. പക്ഷെ അന്ന് അവരിപ്പോ ഒരു ഇതെല്ലാരും കേട്ടിട്ടുണ്ടാവും, എനിക്ക് പറഞ്ഞുതരാൻ ആരും ഉണ്ടായില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ആയിപ്പോയാൻ എന്നുള്ള സീനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പാരന്റ്സ് വരാൻ നേരത്ത് അവരവരുടെ പിള്ളേർക്ക് എഡ്യൂക്കേഷന് പ്രയോറിറ്റി കൊടുക്കും. അവർക്ക് നമുക്ക് കിട്ടാത്ത കാര്യം നമ്മുടെ മക്കളിലൂടെ കിട്ടണം എന്നുള്ള മോസ്റ്റ് ഓഫ് ദ പാരന്റ്സ് അങ്ങനെയെങ്കിലും ചിന്തിക്കണേ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് എല്ലാവരും പഠിപ്പിക്കാൻ പ്രയോറിറ്റി കൊടുക്കും. ഇപ്പൊ എന്റെ മക്കള് പഠിക്കണം, എന്നെക്കാൾ നന്നായിട്ട് പഠിക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ആക്കി ഒരു വിധം കേരളത്തിൽ ഇന്ത്യ പാരന്റ്സിന് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഇനിയുള്ള എനിക്ക് തോന്നുന്നത് വ്യത്യാസം വരായിരിക്കും. സൗത്തില് എനിക്ക് തോന്നുന്നു കൂടുതൽ സെൻട്രൽ ഗവൺമെന്റ് ജോബിന് ആയിരിക്കും എനിക്ക് തോന്നുന്നു. അല്ല, സൗത്തിലോട്ടാണ് ഭൂരിഭാഗം ആൾക്കാരും മറ്റേ ഇതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സൗത്തിലോട്ടാണ് കൂടുതലാണ്. ഈ നോർത്തിലോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നോർത്തില് യൂണിവേഴ്സിറ്റിയിൽ നോക്കിയാൽ മതി,
നമ്മുടെ സൗത്തിലെ പിള്ളേരൊക്കെ നോർത്തിൽ പോയ ഇന്ത്യയുടെ എത്ര കൂട്ടുകാരന്മാർ നോർത്തിൽ പോയി പഠിച്ചവരുണ്ടാവും. എനിക്കറിയാവുന്ന ഭൂരിഭാഗം ആൾക്കാർ നോർത്തിൽ പോയി പഠിച്ചാണ്. പഞ്ചാബ്, അവിടെ കുറച്ചും കൂടി റേറ്റ് കുറവും ആൾക്കാര് റേറ്റ് കുറവും, പിന്നെ അവിടെ കേറാൻ ആൾക്കാരില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണം, അവിടെ യൂണിവേഴ്സിറ്റി ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലൊന്നും പഠിക്കാൻ കുറവാണ്. ഇപ്പൊ ഇവിടെ ഓരോ എൻട്രൻസ് എക്സാം ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ആളില്ല. ഇവിടെ നമ്മളൊക്കെ കേറുന്ന ടൈമില് അലോട്ട്മെന്റ് കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയ പാട് നമുക്കറിയാം. പക്ഷെ ഇപ്പൊ കൊറേയൊക്കെ സീറ്റ് വേക്കൻസ് ആണ്. ഇപ്പൊ കോളേജുകാർ വീട്ടിൽ വന്ന് വിളിച്ചോണ്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്ര നല്ലതെന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ അതിനൊരു കാരണമുണ്ട്, കോളേജുകളുടെ എണ്ണം കൂടി, അത് വേറെ ഒരു കാര്യം. അത് ആൾക്കാർ ശ്രദ്ധിക്കണില്ല. ഇപ്പൊ നമ്മുടെ കോളേജ് തന്നെ, ഒരു കോളേജാണ് നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ അവർക്ക് 5 കോളേജായി. വേറൊരു സംഭവം ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ വലുതാവുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചാലേ ഇപ്പൊ ഞാൻ ഇത് എന്താ പറയുക, ആശയമായി പഠിച്ച ആശയമായി സ്കൂൾ മട്ടാഞ്ചേരി. അവിടുന്ന് ഞാൻ പഠിച്ചിറങ്ങിയപ്പോ തന്നെ സ്കൂൾ ഡെവലപ്പായി. സ്കൂൾ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ അതേ SRE പഠിച്ചു. SRE പഠിച്ച് നമ്മ ഇറങ്ങിയ ബാച്ച് കഴിഞ്ഞപ്പോ തന്നെ പിന്നെ ഷീറ്റ് പരിപാടി ഫുൾ ഡെവലപ്മെന്റ് ആയി. അതേപോലെ കോളേജിൽ നിന്ന് നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴേക്കും ഫുൾ ഡെവലപ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മളോട് കുറച്ച് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതിയായിരുന്നു. ഞാൻ പഠിച്ച 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ ഇപ്പോഴും അതുപോലെ തന്നെ അവിടെ ഉണ്ട്. ഡെവലപ്മെന്റ് ചില ബിൽഡിംഗ് ഒക്കെ അടിച്ചു പൊളിച്ച് കളഞ്ഞുള്ളൂ. അതുപോലെ തന്നെ പ്രശ്നമാണല്ലോ. ഇവിടെ ജമാഅത്തിൽ ഞാൻ +1 +2 പഠിച്ചപ്പോ +2 എത്തിയപ്പോ മൊത്തം മാറ്റിട്ട് ടൈലൊക്കെ ഇടാൻ തുടങ്ങി. ആ ടൈം വെട്ടേച്ചിട്ട് അമ്പലത്തിൽ കയറണം, പള്ളിയിൽ കയറണം കൂടാണ്. ഷൂസ് ഒക്കെ പുറത്തഴിച്ചിട്ട് വേണം കയറാൻ. മറ്റേ സ്മാർട്ട് ക്ലാസ് റൂം ഒക്കെ ഞങ്ങളുടെ ടൈമില് വന്ന് ഞങ്ങളുടെ ഒരു +2 പഠിച്ചോണ്ടിരിക്കുന്ന ടൈമില് ഞങ്ങളുടെ സ്കൂളിൽ ഫസ്റ്റ് തന്നെ തന്നെയാണ്. അപ്പൊ ഫുൾ ടൈൽസ് ആക്കി സ്കൂള്, മറ്റേ മൊത്തം ടൈൽസ് മേടിച്ച്. അപ്പോഴൊക്കെ പുറത്തോട്ട് ആ ടൈമിലൊക്കെ എല്ലാ ഷോക്സ് ഒക്കെ ഇട്ടിട്ടുണ്ടോ പൊന്ന്. ലാബിലല്ല, ക്ലാസ്സിലാ. ടൈല് പുതിയ ടൈലൊക്കെ വിരിച്ച്, മറ്റേതൊക്കെ കളഞ്ഞിട്ട് ടൈലൊക്കെ പുതിയ മറ്റേ സ്മാർട്ട് ക്ലാസ് ആക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഫുൾ ടൈല് വിരിച്ച്. ആ ടൈമിലൊക്കെ ഡെസ്ക് വീണിട്ടുണ്ടെങ്കിൽ സാറുമാരെ അപ്പുറത്ത് ഓഫീസിൽ നിന്ന് ഒരു ഓട്ടോ ഉണ്ട് എത്ര ടൈല് പൊട്ടിയിട്ടുണ്ടെന്ന് നോക്കാനായിട്ട്. പിന്നെ ഇട്ടോമാരെ പിടിച്ചടിക്കാനാണ് ഏത് വെച്ചാ വീണെന്ന് നോക്കിയിട്ട്. അതൊക്കെ നമ്മിപ്പോ പറഞ്ഞതാണ്, നേരത്തെ ഞാൻ പറഞ്ഞത് കാസ്റ്റ് റിസർവേഷനെ പറ്റിട്ട് പറയും. പക്ഷെ അത് നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാസ്റ്റ് ഇപ്പൊ നോർത്തില് സൗത്തില് ഇപ്പൊ ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ കാസ്റ്റ് റിസർവേഷനിലോട്ട് പോകേണ്ടി വരും. ഞാൻ നേരത്തെ ഗില്ലി പോയിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കഥ പറയാനില്ല, കാരണം അത് എന്നെ ഇതുവരെ അത് ബാധിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി സംസാരിക്കാൻ ഇതില്ല. കാരണം ഞാൻ എന്തിനെ തീർത്ത് പറഞ്ഞാലും സംസാരിച്ചാല് ആധികാരികമായിട്ടുള്ള വെറുതെ വായിത്തുള്ള പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തോന്നുന്നു സംസാരിച്ചപ്പോ അത് വേറെ വിഷയത്തിലോട്ടും പോകും. കാരണം നമ്മ പറയണ എല്ലാവർക്കും ചിലവരുടെ മൈൻഡിൽ, കാരണം അതിനെപ്പറ്റി പറഞ്ഞാലും ശരിയാവില്ല. ഇപ്പൊ വേറെ എന്തിനെ പറ്റി പറയും? +2 ലൈഫിനെ പറ്റി പറയും. +2 ലൈഫ് പറ്റിയതാണ്. ഓണം വന്നിട്ട് കുർത്തമുണ്ട്. +2 പഠിക്കുമ്പോ എനിക്ക് തോന്നുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കണെങ്കിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ തിയേറ്റർ വൈബായിട്ടിരുന്ന് കണ്ട പടം പ്രേമം. ഞാൻ കണ്ട പോലെ അത്ര അടിപൊളിയായിട്ട് കണ്ടിട്ടില്ല. എന്റെ ഫ്രണ്ടിന്റെ കാലൊക്കെ ഒടിഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അങ്ങനത്തെ വിഷയമൊക്കെ ഉണ്ട്. ആ ഒരു 10ാം ക്ലാസ് തൊട്ട് +2 തീരൂലേ, ആ ഒരു പ്രേമ ഫിറ്റായിരുന്നു. ഓണം വന്നിട്ട് മറ്റേ ബ്ലാക്ക് ഷർട്ട്, ജുബ്ബ, കുർത്ത, ഒരു പരിപാടി, ഒരു കല്യാണ പരിപാടി വന്നിട്ട് കുർത്ത ഫസ്റ്റ് ആണ് തലേ ദിവസം ഇതിന്, അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ടും ഉണ്ട്. കോളേജില് സ്കൂളിൽ തുടങ്ങിയപ്പോഴും ആ ടൈമിൽ പ്രേമത്തിന്റെ ഒക്കെ ടൈമായി. പക്ഷെ അത് നല്ലൊരു പീരീഡ് ഏറ്റവും കൂടുതൽ മുഹൂർത്ത് വെക്കണ ഒരു +2 കാലഘട്ടമാണ്. എന്ത് പറയുന്നു? +2 കാലഘട്ടം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാലഘട്ടം. അല്ല, പക്ഷെ ഏറ്റവും നല്ല ഞാൻ ഇതേപോലെ അലോട്ട്മെന്റ് കിട്ടിയിട്ട് എനിക്ക് മൂവാറ്റുപുഴ കിട്ടിയത്. മരട് സ്കൂളിൽ വെച്ചാണ്, മാറാടിയിലേക്കാണ് കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ വെച്ചിട്ട് SRV സ്കൂളിലാണ് കിട്ടിയത്. അപ്പൊ എന്റെ ബ്രദറൊക്കെ പറഞ്ഞ് SRV എന്ന് പറഞ്ഞാൽ സർവ്വറൗഡി വിദ്യാലയം എന്നൊക്കെയാണ് പറയണെന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോ ഒരു ഭയത്തിലേക്കാണ് പോണത്. പക്ഷെ ഇപ്പൊ പഠിച്ചതിൽ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് അടുത്തേക്കുള്ള ഒരു സ്കൂള് SRV സ്കൂളാണ്. ഒരുപാട് മെമ്മറീസും ഒരുപാട് ഫ്രണ്ട്സും. എന്താണ് നീ സമയം ഇഷ്ടപ്പെടുന്നത്? ഏറ്റവും കൂടുതൽ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉള്ളത് SRV സ്കൂളാണ്. അപ്പൊ പറഞ്ഞാണെങ്കിൽ എനിക്ക് ആദ്യം കിട്ടിയ
മാങ്കായി മറ്റേ മാങ്കായി അതിന്റെ മറ്റേ എടപ്പള്ളി ഹൈസ്കൂളിൽ അവിടെയാണ് ആദ്യമായിട്ട് ഏത് admission മറ്റൊരു പുണ്യാളൻ മറ്റിങ്ങനെ കമ്പായിട്ട് ഇത് ഹൈസ്കൂളുണ്ട് അവിടെ എടപ്പള്ളി ഹൈസ്കൂളുണ്ട് അവിടെയാണ് ഫസ്റ്റ് കിട്ടിയത്. അവിടെ കിട്ടിക്കഴിഞ്ഞിട്ടാണ് എനിക്ക് മുസ്ലിം കോട്ടയായിട്ട് ദാറുലും കിട്ടി, വടുതല ജമാഅത്തിലും കിട്ടി. ഇത് രണ്ട് ദാറുലും വടുതല ജമാഅത്ത് എത്തിയപ്പോ തന്നെ ഫാമിലി മൊത്തത്തിൽ വന്നു. വാപ്പാടെ ഫാമിലി അവിടെ എത്തിയിട്ട് മോടെ ജമാഅത്തിലോട്ട് കിട്ടാൻ മതി എന്നുള്ളതായി. ജമാഅത്തിലോട്ട് ഇപ്പൊ ഞാൻ എന്റെ വീടിന്റെ അവിടെ ആ ടൈമിലൊക്കെ നീ എവിടെയാണ് ഗവൺമെന്റ്, എനിക്ക് മുസ്ലിം കോട്ടയിൽ വന്നിട്ട് അവിടെ ഗവൺമെന്റ് കിട്ടി കോമേഴ്സിൽ. അപ്പൊ ഞാൻ വീടിന്റെ അവിടെയൊക്കെ ഉള്ളവരെ ചോദിക്കും എടാ എവിടെയാണ് ഗവൺമെന്റ് വടുതല ജമാഅത്ത് എന്ന് പറയുമ്പോ തന്നെ എന്നെന്തോ സഹതാപത്തോടെ നോക്കണേ എല്ലാരും. ഞാൻ എടാ ജയിലിലോട്ട് പോണെന്നൊക്കെ പറയാന്നുള്ള പോണേ എല്ലാരും ജയിലിലോട്ടാണല്ലോ പോണേന്നുള്ള ഇത് എല്ലാരും സഹതാപത്തോടെ സ്ട്രിക്റ്റ് അടിച്ച് കൊല്ലണ സ്ഥലം അടിച്ച് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ വേറെ അവിടെ കൂട്ടുകാരടുത്തൊക്കെ പറയുമ്പോ മരോടാണ് അവിടെയൊക്കെ എന്ത് വിഷയം കാണിക്കും. ചൂരം എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടാവില്ല. ഇവരാണ് 80 68 മേടിച്ചാൽ പോലെ അടിക്കും. അങ്ങനത്തെ സീനാണത്. ബാക്കി മാർക്ക് അവിടെ ജയിച്ചോണ്ട് എന്നിട്ട് എത്ര പ്ലസ് എത്ര A plus പ്ലസ് ഒന്നും തരുന്നില്ല. ഈ A plus മലയാളത്തിൽ A plus ഉണ്ടായിരുന്നു. എനിക്ക് പ്ലസ് വൺ ലൈഫ് ഞാൻ അധികം പോയിട്ടില്ല. എനിക്ക് ഇങ്ങനെ ക്ലാസ്സിലോട്ട് സ്കൂളിൽ പോകണ മടിയായിരുന്നു. മടിയ പ്ലസ് വണ്ണിൽ എനിക്ക് മടിയായിരുന്നു, നല്ല മടിയായിരുന്നു. എനിക്ക് ലാസ്റ്റ് ദിവസം പോലും എനിക്ക് സ്കൂളിൽ നിന്ന് വരാൻ എനിക്ക് മടിയായിരുന്നു. അല്ല ആ ടൈമിൽ ഞാൻ NSS ഉണ്ടായിരുന്നു. ആ ഒരു ഇതിലൊക്കെ പോയിരുന്നു. പക്ഷേ എനിക്ക് സ്കൂളിലോട്ട് വരണം കറക്റ്റ് ആയില്ല. ആ ടൈമിൽ തന്നെ ക്ലാസ്സിലെ ഇലക്ഷനൊക്കെ എത്തിയിട്ട് ഞാൻ ജയിച്ചിട്ട് ഞാൻ ക്ലാസ് ലീഡർ കൂടിയായിരുന്നു. അത് ക്ലാസ്സിൽ ആദ്യം സംസാരിച്ചിട്ട് എന്നോട് ഒന്ന് വന്നത് ആ ഒരു സീനൊക്കെ ആയിരുന്നു. അതും എന്റെ വെച്ചിട്ട് എനിക്ക് സംസാരിക്കുന്നത് എന്റെ ചക്കുകള് അവന്മാര് എനിക്കാണ് ഇട്ടുകൊടുത്ത് വെച്ചാൽ അപ്പോഴാണ് പറ്റിയത്. എനിക്ക് അധികം ക്ലാസ്സിലോട്ട് പോകാൻ ഇഷ്ടമില്ല. ഞാൻ കാരണം മിക്കപ്പോഴും മറ്റേ ഇങ്ങനെ മെഡിക്കൽ ലീവ് എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിലേക്ക് വന്നപ്പോ ഭയങ്കര വെറൈറ്റി ആണ്. കാരണം ഞാൻ ഒന്നോട്ട് LKG തൊട്ടിട്ട് മിസ്സേന്ന് വിളിച്ച് ഇവിടെ എത്തിയപ്പോഴാണ് മറ്റേ ടീച്ചർ എന്ന് വിളിക്കുമ്പോ ഞാൻ മറ്റേ സിനിമയിലൊക്കെ ടീച്ചർ ഇങ്ങനെ വിളിക്കും. പിന്നെ അതായിട്ട് യൂസ്ഡ് ആയി. കുറെ സാറുമാര് കോളേജ് എത്തിയപ്പോ ഒന്നും വിളിക്കേണ്ടി വന്നിട്ടില്ല. മിസ്സുമാരെ കോളേജിൽ പിന്നെ മിസ്സും തന്നെ ആയിരുന്നു. ഇത്തിരി സ്പെഷ്യൽ ആയിരുന്നു. ടൂറും എല്ലാം പ്ലസ് ടു ലൈഫ് എത്തിയിട്ട് ഓണ സെലിബ്രേഷൻ വന്നേ പിന്നെ ഞാൻ പ്ലസ് ടു ക്ലാസ്സിൽ മുടങ്ങാണ്ട് പോയിട്ടുണ്ട്. ആ ഓണ സെലിബ്രേഷൻ ഞാൻ മറ്റേ മണവാള മത്സരത്തിൽ എനിക്ക് സെക്കൻഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓണ സെലിബ്രേഷൻ മഹാബലി ആക്കാൻ നോക്കി. ഞാൻ രാവിലെ ഒന്ന് കട്ടായി വെച്ച് പറഞ്ഞു. പക്ഷെ ആയില്ല മഹാബലി ആയില്ല. അതിന് പകരം മണവാള മത്സരം ഉണ്ടായിരുന്നു അവിടെ. മഹാബലി വേറൊരുത്തരൊക്കെ ജയിച്ചത് കയറിനായി. ഇവിടെ സാറുമാരും ഉൾപ്പെടെ എന്റെ അടുത്തൊന്ന് പറഞ്ഞു ഞാൻ പോകില്ലെന്ന്, ഞാനാവില്ലെന്ന് കട്ടായം പറഞ്ഞു. കാരണം ഇവിടെ MPV പഠിച്ചപ്പോ എന്നൊന്ന് മഹാബലി ആക്കിയതാ. അതോടെ പഠിത്ത്. കാരണം ഞാൻ മാത്രം മഹാബലി. സ്കൂള് മൊത്തം എന്നെ നോക്കിയിട്ട് തൊഴയുടെ ബാഹുബലിയിലൊക്കെ നിൽക്കൂലേ. എന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ട് നിൽക്കണ്ടാണ് ബാഹുബലിയിലൊക്കെ വന്നിട്ട് ഇവൻ പ്രജകളെ ഇങ്ങനെ നോക്കിട്ട് നിൽക്കൂല. ആ ഒരു കൂടെയാണ് ഞാനവിടെ മറ്റേ ഗ്രൗണ്ടിന്റെ ഇവിടെ നിൽക്കും. സ്കൂളിലെല്ലാ ഫ്ലോറിൽ നിന്ന് പിള്ളേരെ അടിയിലോട്ട് നോക്കണ്. അടിയിലും പിള്ളേര് കൂടി കിടക്കണ്. ഇവിടെ ഓണത്തിന്റെ പരിപാടി നടക്കണേ. ഞാനവിടെ ഇങ്ങനെ നിന്നിട്ട് എല്ലാവരും മറ്റേ അനുഗ്രഹിക്കണ കൂടെയായിരുന്നു. നിന്ന് വേർത്തൊരു സമയമുള്ളത് പൊന്നെ ഒരിക്കലും മറക്കൂല ലൈഫിൽ. അത് ഇന്ന് നിൽക്കും. അതിനുശേഷം ഞാൻ മഹാബലി ആവില്ലെന്ന് പറയുന്നത്. അതിനുശേഷം മലയാള മത്സരത്തിന് അന്ന് രാവിലെ പിള്ളേര് ഒരുത്തൻ കോട്ടുകൊണ്ടുവന്നു. ഞാൻ അതിന് നിന്നതല്ല. ഒരുത്തൻ കോട്ടുകൊണ്ടുവന്നിട്ട് അവന് ലൂസ്. അങ്ങനെ ഞാനാണ് അത് എടുത്തിട്ടത്. എനിക്ക് കത്തായി. അങ്ങനെ ഞാനെടുത്തിട്ട് എന്നെ മത്സരത്തിന് അവന്മാരും കൊണ്ടേ നിർത്തി. അവസാനം എനിക്ക് സെക്കൻഡ് കിട്ടിയേക്കുന്നു. 7 പേരെന്തും ഉണ്ടായിരുന്നു മത്സരിക്കാനായിട്ട്. അതിന് എനിക്ക് സെക്കൻഡ് കിട്ടി. അതൊക്കെയാണ് ഇത്. അതിനുശേഷം എനിക്ക് പ്ലസ് ടു ലൈഫ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പ്ലസ് ടു ലൈഫ്. അല്ല ക്ലാസ്സിലൊന്നുണ്ടല്ലോ ആ ഒരു ലൈഫ്, ആ ഒരു ടൈം പീരീഡ് ഫുള്ളി സ്കൂൾ ലൈഫ് കൊടുത്തപ്പോ എല്ലാം കൊണ്ടും ഒന്നും മറക്കാൻ പറ്റാത്ത ഇപ്പൊ ബസ്സില് സ്കൂളിൽ ഫ്രണ്ടിൽ പോരാലോ അരൂര് വരുമ്പോൾ പോട്ടം ബസ്സില് അത് വല്ലാത്ത യാത്രയാണ്. കങ്കട ഇങ്ങനെ വെള്ളമൊക്കെ കയറും. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വാട്ടർഫോൾ ഇതാണ് ചാടി പോവാ. ഇവിടെ ഗ്രൗണ്ട് അല്ല അത് മനോരമയിലൊക്കെ വന്നിട്ടുണ്ട് കൂട്ടുകാരൻ ചാടിപ്പോണത്. ലെജൻസ് പഠിച്ച സ്കൂളാണ് നമ്മളെ ലെജൻസ്. മറ്റേ കസ്തൂരി രംഗൻ, പിന്നെ ആഷിക പൂവ മണ്ണീരൻ, സുഹേൽ ഷക്കീർ. ലാസ്റ്റ് പറയൂടാ അവിടെ ഞാൻ പിള്ളേര് പറയും സുഹേൽ ഷക്കീറൊക്കെ പഠിച്ച് പോയിട്ടുണ്ടെന്ന് ഇവിടെ. ഫോട്ടോ ഉണ്ടോ? ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഉണ്ട്. ഗ്രൂപ്പ് ഫോട്ടോ
ഞങ്ങളെ മമ്മൂട്ടി മറ്റേ പഠിപ്പിച്ച മമ്മൂട്ടി ഞങ്ങളെ മഹാരാജാസിൽ പഠിപ്പിച്ച സാറുണ്ടായിരുന്നു. ലോ കോളേജിൽ പോകുമ്പോ മറ്റേ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കില്ല, അതുപോലെയൊക്കെ കാണിക്കും ആർക്കും ഓർമ്മ ഉണ്ടാവാനാണ് ഇതൊക്കെ. അത് എന്തെങ്കിലും ചില മറ്റൊരു ട്രോളല്ല, വെൻ യു ആർ ഫേമസ് ദാൻ സ്കൂൾ അങ്ങനെ എന്താണ് പറഞ്ഞത്. പിന്നെ സ്കൂള് എന്നുവെച്ചാൽ നമ്മ എന്തെങ്കിലുമൊക്കെ അയക്കാണ്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പേരിലേക്ക് ആ സ്കൂൾ അറിയപ്പെടുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ അവിടെ ഒരു സാറ് ഹിന്ദി പഠിപ്പിക്കാണ്ട് സുധീർ എന്ന് പറഞ്ഞ സാറ് വന്നിട്ടുണ്ടായി പഠിപ്പിക്കാൻ. അപ്പൊ ആ സാറ് പറഞ്ഞത് ഞാൻ മോഹൻലാല് പഠിച്ച സ്കൂളിൽ പഠിപ്പിച്ച സാറാണെന്നാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജ് ലൈഫ്. കോളേജ് ലൈഫാണ് എന്റെ ജീവിതം. ഞാനത് ആ ഒരു ജീവിതം തന്നെ എനിക്ക് പ്ലസ് ടു കിട്ടിയത്. പക്ഷെ കൊറോണ വന്നിട്ടില്ലല്ലോ സക്കീർ ഭായ്. കൊറോണ തേർഡ് ഇയർ പൊളിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ടൈമിലാണ് കൊറോണ അടിച്ച് കയറുന്നത്. ആ ഫസ്റ്റ് ഇയർ ഞാൻ ഇതേപോലെ എനിക്ക് എന്താണ് സ്റ്റേജില് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരനുണ്ട് ബാലൻ. ബാലൻ വെച്ചാൽ അരുൺ സുരേന്ദ്രൻ. അവനാണ് നീ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നത് കയറ്റി വിട്ടത്. അങ്ങനെ ആദ്യമായിട്ട് സ്കൂളിൽ എന്താണ് കോളേജില് ഒരു പ്രസംഗിക്കണ ഒരു ഇതുണ്ട്. അതിൽ വെച്ച് ഞാൻ ഈ സാധനം പറഞ്ഞു ഭയങ്കര കയ്യടിയായിരുന്നു. അന്ന് കിട്ടൊരു ഇട്ടുണ്ടായിരുന്നു പ്രശ്നമുണ്ട്. ഇങ്ങനെ ആ താങ്കളുടെ എന്താണ് ഫസ്റ്റ് ഇയർ പ്രളയം കൊണ്ടുപോയി, സെക്കൻഡ് ഇയർ പ്രളയം കൊണ്ടുപോയി, പിന്നെ തേർഡ് ഇയർ കൊറോണ ഉണ്ടായി, ലോക്ക്ഡൌൺ, അങ്ങനെ മൊത്തം അടപട്ടടം ഒരു ഇതായിരുന്നു. പക്ഷെ അതിനകത്തൊരു എൻജോയ്മെന്റ് ഉണ്ട്. അതാണ് ഒരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ലോക്ക്ഡൌൺ. ഇപ്പൊ അതാലോചിക്കുമ്പോ ഒരു എന്തോ ഒരു എന്താ പറയണ സന്തോഷമാണ് അറിയിപ്പാണ്. എന്നെ ആ ടൈമിൽ അധികം ലോക്ക്ഡൌൺ എഫക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഒരുപാട് പേര് ആ ലോക്ക്ഡൌൺ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം ഇപ്പോഴും ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ അത് പോയിട്ടുണ്ട്. കോളേജ് ലൈഫ് പറയുമ്പോൾ എന്താണ് മെമ്മറി പറയുന്നത്? കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു കൂട്ടുകാരന്മാര് ഞാൻ ആ ടൈമിൽ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് പോണത്. രാവിലെ ക്ലാസ്സിൽ വൈകി വരുമ്പോ ക്ലാസ്സിൽ കയറ്റില്ല, നേരെ വന്നിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകും. കാക്കനാട് ഏരിയ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ മഹാഗണിത്തോട്ടം അങ്ങോട്ടൊക്കെ എല്ലാ ഗ്യാങ് അടിച്ച് അങ്ങോട്ട് പോണേത്. എവിടെയെങ്കിലൊക്കെ ആയിട്ട് കറങ്ങാൻ പോകുന്നത്. അത് മാത്രമല്ല എനിക്ക് കോളേജ് എനിക്ക് എനിക്ക് തോന്നിയ ഫീൽ അറിയോ, ഞാൻ ബോയ്സ് സ്കൂളിൽ പഠിച്ചിട്ടാണ് നേരെ കോളേജിൽ ചെല്ലണത്. അപ്പൊ നമ്മുടെ കോളേജിൽ അറിയാലോ 70% ഗേൾസ് ആണ്. ആദ്യം ഞാൻ ആ കയറി ചെന്നപ്പോ ഇത്രയും ഗേൾസിനെ കണ്ടപ്പോ ഞാൻ പഠിച്ചവനെ പെട്ടല്ല എന്ത് ചെയ്യും. ആ ടൈമില് മറ്റേ ചോക്ലേറ്റിലൊക്കെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഗേൾസ് ഒക്കെ ഇങ്ങനെ ഒരു ഗാങ്സ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത്. പിന്നീടാണ് അവിടെ കുറെ സീനിയേഴ്സിന്റെ എൻട്രിയും. ആ ടൈമിൽ ഇവര് എന്തോ വേറെ പരിപാടിക്ക് പോയിക്കണേ. പിന്നെ കുറെ സീനിയേഴ്സ് ഒക്കെ വന്ന് അടിപൊളി ഒരു വൈബായിരുന്നു. ആ ടൈമില് സീനിയേഴ്സ് ശരിക്കും പറഞ്ഞാൽ സൂപ്പർ സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ആയിരുന്നു നമുക്ക് കേരള ടൈമില്. മറ്റേ പിന്നെ പാർട്ടി പിന്നെ അത് കഴിഞ്ഞ് ക്ഷയിച്ചു നോക്കി. പക്ഷെ എപ്പോഴും കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഓരോരുത്തർക്ക് പറയാൻ ഓരോ കഥയായിരിക്കും. നമുക്ക് അത് ഒരു ഹീറോ കൂടെ ആയിരുന്നു ആ ടൈമിൽ. എനിക്ക് പേഴ്സണലി സീനിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഹീറോ കൂടെ ആയിരുന്നു. ഹീറോയ്ക്ക് പരിപാടിയൊക്കെ സ്വാഗ് ഒക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പിള്ളേര് അതായിട്ട് ഉണ്ടായെന്ന് പറഞ്ഞു. ആ ടൈമിൽ ഓർക്കണ്ട എന്തോ ഒരു ഫൈറ്റ് നമ്മുടെ പുലിമുരു എന്നാ വേൽമുരുക ഫൈറ്റ്. ആ അതെ ക്രിസ്മസ് സെലിബ്രേഷൻ. ക്രിസ്മസ് ആണ്. ക്രിസ്മസിനല്ല ഓണത്തിനാണ്. ക്രിസ്മസിനാണ് ഓണത്തിന് റെഡിയാണ് പറഞ്ഞിട്ടുണ്ടാവും. ക്രിസ്മസിന് ഓണത്തിനാണ്. എനിക്ക് ഇത്ര ഓർമ്മ വരാൻ കാരണം എന്താ അറിയോ, ക്രിസ്മസ് സെലിബ്രേഷൻ അന്ന ടൈമില് ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫൈറ്റ് കഴിഞ്ഞ് എല്ലാരും പോയി. അപ്പൊ ആരും കേക്ക് കഴിച്ചില്ല. ആ കേക്ക് ഞാൻ പിന്നെ ഓഫീസിൽ പോയിട്ട് പൊതിഞ്ഞോണ്ടൊക്കെ പോകേണ്ടി വന്നു. അത്രയും കേക്ക് ബാലൻസ് ആണോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺ സെലിബ്രേഷൻ അല്ല. ആ ടൈമില് ആ ഒരു ഫൈറ്റ് ചെയ്യേണ്ടി ഞങ്ങ കോളേജ് വിട്ട് പോയി ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു എല്ലാരും മറ്റേ തൊപ്പിയൊക്കെ വെച്ചിട്ട്. ഓൺ സെലിബ്രേഷൻ വേറെ റെഡി നടത്തായിരുന്നു. ഒരു സെലിബ്രേഷൻ നടക്കുമ്പോ അവിടെ റെഡി വേണമല്ലോ, അതാണ് അതിന്റെ ഒരു സെലിബ്രേഷൻ കോളേജിലോട്ട് പോകുന്നില്ല. പിന്നെ അവിടുത്തെ എനിക്ക് കോളേജ് ലൈഫ് ഇതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എനിക്കൊന്നാമത് പ്ലസ് ടുവിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന ടൈം കൂട്ടുകാരന്മാരാ ഒരു ഇതായിട്ട് ഞാൻ വേറെ സംഭവം കോളേജ് കളിച്ചെല്ലാവരും ഈ പ്രിൻസിപ്പളിനെക്കാൾ റോളായിരുന്നു ഈ വൈസ് പ്രിൻസിപ്പൾ ആയിരിക്കും. അതിനെ പറ്റി എന്താ പറയാ? ഫസ്റ്റ് ഇയർ വന്നപ്പോ എച്ചോടിയായിരുന്നു. ഫസ്റ്റ് ഇയർ വന്നപ്പോ മുനാസാറായിരുന്നു വൈസ് പ്രിൻസിപ്പാള്. ഞങ്ങളുടെ കൊമേഴ്സിന്റെ എച്ചോടിയായിരുന്നു അനീഫ് സാർ. ഇപ്പൊ പുറത്തായി തോന്നുന്നുണ്ട്. കോളേജായിട്ട് കണക്ഷൻ ഉണ്ട്. ഞാൻ ഇപ്പൊ ഇടയ്ക്ക് ഈ സപ്ലിമെന്ററി എന്നൊക്കെ പറഞ്ഞ എക്സാം ഒക്കെ ഇടയ്ക്ക് പറ്റാറുണ്ട്. ഇങ്ങനെ പോവാറുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ പിള്ളേര് പറയാനായിട്ടാണ് എനിക്ക് അതിനെപ്പറ്റി കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ.
ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ. നമ്മളിപ്പം നമ്മുടെ ജൂനിയറൊക്കെ പഠിച്ചെന്ന് വെച്ച പിള്ളേരൊക്കെ അവിടെ മിസ്സായി. ഇതൊക്കെ സിനിമയിൽ കണ്ടിട്ടുള്ള അതിലഭിമാനമുണ്ട്. പഠിച്ച ജൂനിയർ പിള്ളേരൊക്കെ വലിയ നിലയിൽ എത്തുന്നത് വലിയ കാര്യമാണല്ലോ. അങ്ങനെ പ്രായം എത്ര? നമുക്ക് 24 വയസ്സായി. Is it? താനെന്തിനാണ് ഇതൊക്കെ ഇപ്പൊ പറയാൻ അല്ല, വേണ്ടി? കാര്യം പറയണേ. വേറെ ലോകത്ത് എന്തോരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അല്ല, അത്ര നല്ല എത്തിയോണ്ടേ. നമ്മുടെ നിലക്ക് എന്താ പ്രശ്നം? ഒരു കൈ ഇത്ര പൊക്കിയ പുഷ്പയില്ലേ കൂളായിട്ട് നമ്മ കാര്യങ്ങൾ പറഞ്ഞ് സെറ്റ് ചെയ്യണം. പിന്നെ കോളേജിൽ മൊത്തത്തില് നൈസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ടൈമിലാണല്ലോ രംഗ മറ്റേ ഇന്നോടെ ക്ലാസ്സിൽ ഇന്നോടെ റീലായിരുന്നേ. എപ്പോഴും ഉണ്ട് ഫോണിൽ ഇഷ്ടം പോലെ റീല്. ഞങ്ങൾ ഇവിടെ ക്ലാസ് ചെയ്തിട്ട് അവിടെ ഇവിടെ നമ്മുടെ പഴയ കാലം തൊട്ടിട്ടുള്ള എത്ര കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ആയത് കോളേജിൽ പഠിക്കണേ. ഞാൻ സ്കൂളിലൊക്കെ ഭയങ്കര ഇൻട്രോവേർട്ടഡ് പേഴ്സൺ ആയിരുന്നു. പഠിക്കുക, വീട്ടിൽ പോവാ, പഠിച്ചത് റിവൈസ് ചെയ്യുക, പരീക്ഷയ്ക്ക് പാസ്സാവുക, പ്ലസ് വാങ്ങിക്കൊക്കെ. ഞാൻ പക്ഷേ നേരെ തിരിച്ചായിരുന്നു. ബാഡ് ബോയ് ആയിരുന്നു. +1 +2 എക്സ്ട്രോവേർട്ട് ആയിരുന്നു. എനിക്ക് +2 ലൈഫ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്കൂളിൽ നിന്നാണ് പയ്യെ തുടങ്ങിയത്. പിന്നെ ആൾക്കാരായിട്ടുള്ള സംസാരവും പരിപാടിയൊക്കെ. കോളേജിൽ ഞാൻ കുറച്ചുകൂടി ഞാൻ ഗേൾസിനോട് സംസാരിക്കാൻ ഭയങ്കര പുറകിൽ, ഇപ്പോഴും പുറകിലാണ്. പക്ഷെ അങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങിയത് ഇവിടെ വെച്ചിട്ടാണ്. കാരണം കുറെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങോട്ടേക്ക് വന്ന് സംസാരിച്ച ആ ഒരു ഫിയർ ഒക്കെ പോയത് അതുകൊണ്ടിട്ടാണ്. ഈ സെയിം സാരോട് ഞാൻ നേരെ തിരിച്ചു. +2 ലൈഫ് വരെ ഞാൻ പെൺപിള്ളേരായിട്ടൊക്കെ അടിപൊളിയായിട്ട് കമ്പനി അടിച്ചു. പക്ഷെ ഡിഗ്രി ആ ഒരു +2 ലൈഫ് കഴിഞ്ഞ ആ ഒരു ടൈം പീരീഡ് ഇത്തിരി ഷോക്ക് വരുന്ന ആ ഒരു ടൈം പീരീഡ്, +2 ആ ഒരു വെക്കേഷൻ ടൈം ഇത്തിരി കുറെ സീനൊക്കെ ഉണ്ടായി. കുറച്ച് ഇതായിരുന്നു സീനായിരുന്നു ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട്. ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പെൺപിള്ളേരായിട്ടൊന്നും അധികം സംസാരിക്കുന്നില്ല. മൊത്തത്തില് ആ ഒരു ഒതുങ്ങിയ വൈബായിരുന്നു. ഇപ്പൊ പാർട്ടിയിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാനങ്ങനെ കാര്യമായിട്ട് എല്ലായിടത്തും പറയുന്നില്ല. വേറെ ആരെങ്കിലും മതിയല്ലോ. ഫെയർവെല്ലിനൊക്കെ എന്നെ പിടിച്ചിട്ട് പറ്റി ഇതാക്കാൻ ഞാൻ എന്നെ പിടിച്ചിട്ട് ഇതാക്കി വിട്ടില്ല. ഞാനെല്ലാത്തിനും എന്നെ എടുത്തിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് ആകെ തലവേദന ചെയ്ത് ഓണത്തിന് പറ്റിയതിന്. എന്റെ പൊന്നെ, ഞാൻ ഒരിക്കലും മറക്കൂല ഓണം സെലിബ്രേഷൻ ഓൺലൈൻ മറന്ന ഓണപ്പാട്ടിൽ ട്രോളൊക്കെ ഭയങ്കര എന്റെ പൊന്നെ. ഓൺലൈൻ ഓണം നല്ലോണം അതൊക്കെ കൊറോണ ഇതാണ്. സദ്യയുടെ പേരിലൊക്കെ പ്രശ്നം. ആ ടൈമില് ഞാൻ കുറെ ജൂനിയേഴ്സ് കുറെ പേരായിട്ട് ഞാൻ കമ്പനി ആയിരുന്നു. ആ ടൈമില് പിന്നെ കലോത്സവത്തിന്റെ ടൈം, കലോത്സവമൊക്കെ അടിപൊളിയായിരുന്നു. ആ ടൈമില് പിന്നെ കോളേജ് മാറ്റി. അത് ജൂനിയേഴ്സ് ആയിട്ടൊക്കെ ചില നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരെക്കാളും കൂടുതൽ കമ്പനി ജൂനിയേഴ്സ് ആയിട്ടുള്ള കുറെ പേരായിട്ട്. എനിക്ക് ഇയറിലായിട്ട് കൂടുതൽ കമ്പനി എനിക്ക് ജൂനിയേഴ്സ്. അതങ്ങനെ ഒരു പ്രകൃതിയാണ്. എന്റെ ക്ലാസ്സിലെ കുറച്ചുള്ളവര് നമ്മുടെ സൂപ്പർ സീനിയേഴ്സ് ആയിട്ട് ഭയങ്കര കമ്പനി. എനിക്ക് തോന്നുന്നു അതൊരു ഇതാണെന്ന് തോന്നുന്നു. ഞാൻ സൂപ്പർ സീനിയേഴ്സ് ഞാൻ ഏറ്റവും കൂടുതൽ കമ്പനി വന്നത് ഇവിടെ നമ്മുടെ ഇയറിന്റെ എനിക്കൊരു 30 പേരായിട്ടൊക്കെ ഇപ്പോഴും കമ്പനി അത്ര കമ്പനിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മര്യാദ എല്ലാവരെയും കാണുമ്പോ ചിരിക്കാൻ വേണുള്ളൂ. പക്ഷെ ജൂനിയേഴ്സ് ഒരു 1.5 ചിലർക്ക് ഇപ്പോഴും വിളിച്ച് ഫോളോ അപ്പ് ഒക്കെ ചെയ്യണ പറ്റില്ലേ. ഇനി വളാസി പഠിച്ച ആ ഒരു എപ്പോഴും ഭയങ്കര ടച്ച് കീപ്പ് ചെയ്യേണ്ടവർ ഇപ്പോഴും. അങ്ങനെ കുറച്ച് നല്ല ജൂനിയേഴ്സും വന്നിട്ടുണ്ട്. ഇപ്പോഴും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ മെസ്സേജ് അയക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്റ്റോറി കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പിള്ളേര് ചിലപ്പോ സ്റ്റോറി കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ സ്റ്റോറി ആ ഒരു സാധനമാണ്. അത് അവരൊരു വില ഉണ്ട്. അപ്പൊ പോകുന്ന പറയാൻ പറ്റൂല. ഇപ്പൊ തന്നെ ഓരോരുത്തന്മാര് പറയണ ഇപ്പൊ എന്റെ വീടിന്റെ അവിടെ ഉള്ളമാര് അവിടെ എനിക്ക് അധികം അവരായിട്ട് ഇപ്പോഴും കമ്പി കാണുമ്പോ അത്ര ഇതെന്താ വെച്ചാൽ എത്ര വലിയ ഇതില്ല. പക്ഷെ അവിടെയൊക്കെ ഞാനും ഇവിടെ ട്രോൾ ആയിട്ടോന്നാണ് അവന്മാര് പറയുന്നത്. ഒരു ജൂനിയറിന് പാരന്റ്സ് മീറ്റിംഗ് തന്നെ വിളിച്ചിട്ടുണ്ട്. ഒരു 3 മാസം മുമ്പ് ആയിരിക്കും പ്രൊഫഷണൽ ആക്കിയാലോ. പിന്നെ അവിടെ ഒരുപാട് ശത്രുക്കൾ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ വലിയ ശത്രുത എന്നല്ല. പക്ഷെ എന്നാലും ഇവനെനിക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാ, അവനിക്ക് എന്നെ കണ്ടെടുത്ത ശരിക്കും അപ്പുറത്തേക്കുള്ള തീരാനുള്ള പ്രശ്നങ്ങളുള്ളൂ. പക്ഷെ ഫ്രണ്ട്സ് എനിമീസ് ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിമീസ് എന്നല്ല,
ഒരു ഉണ്ടാകുകയും ആ ഒരു പരിപാടിയൊക്കെ അകന്നു പുറത്ത് പോയിട്ട് പറയുന്നെങ്കിലും പക്ഷെ എനിമീസ് ആണ്. എനിമീസ് ആണ് വെട്ടുമുത്തറാത്തിയൊന്നുമല്ല. വെട്ടുമുത്തര അല്ല, പുറത്തുനിന്ന് ഒരു ഒരാൾ നോക്കുമ്പോ ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോ ഒരു പക്ക കമ്പനിക്കാരായിരിക്കും, പക്ഷെ ഉള്ളിലൊരു ഇതുണ്ട്. അങ്ങനെ കുറച്ച് ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് ആരോടോ പ്രശ്നങ്ങളൊന്നുമില്ല. കേട്ടല്ല, ഏത് അവരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ നമ്മുടെ ലൈഫിലോട്ട് കൂടുതലായിട്ട് പെട്ടെന്ന് കയറുന്ന കുറെ സ്ട്രേഞ്ചേഴ്സ് ഉണ്ട്. സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് ബെസ്റ്റ് ഫ്രണ്ട് ആയി ഇഷ്ടം പോലെ ആൾക്കാര് ഇപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്കായിട്ടൊക്കെ ശരിക്കും കമ്പനി അടിക്കുന്ന കോളേജിന് ശേഷമാണ്. താനാരാണ്? കോളേജിന് ശേഷമാണ്. കോളേജിന് ശേഷം നമ്മൾ ടാസ്ക് കളിക്കാൻ വേണ്ടി പോകും, എല്ലാ പരിപാടി. ഇപ്പോഴും പിള്ളേര് ചോദിക്കും നിങ്ങൾ ഇപ്പോഴും നല്ല കമ്പനിയാണല്ലേ എന്ന്. അതുണ്ട്. കുറച്ച് ഫ്രണ്ട്ഷിപ്സ്, നല്ല ഫ്രണ്ട്സ് കിട്ടി കോളേജിൽ നിന്ന്. ഇപ്പൊ എന്റെ ഫാമിലീസിലാണെങ്കിലും ഇപ്പൊ എനിക്ക് ചെറിയ സ്കൂൾ ഇട്ടിട്ട് പിന്നെ +1 +2 ഇവിടെ എല്ലാം വന്നേക്കുന്ന നല്ല ഫ്രണ്ട്സാണ്. എന്റെ ഫാമിലിനാണെങ്കിലും മൊത്തത്തില് എന്റെ ഫ്രണ്ട്സിനെ പറ്റി നല്ല അഭിപ്രായം. കാരണം അത്രയും നല്ല എനിക്ക് തോന്നുന്നത് അതൊരു ബ്ലെസ്സിങ്, ഒരു നേട്ടം എനിക്ക് തോന്നിയാണ്. കാരണം ഏറ്റവും കൂടുതൽ ആവശ്യങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകരിച്ചേക്കണ ഫ്രണ്ട്സാണ്. പിന്നെ അതിലെനിക്ക് ദൈവത്തോട് എനിക്ക് ഭയങ്കര ഒരു എനിക്ക് ഇതുണ്ട്, എന്താ പറയണ, ഒരു നന്ദിയുണ്ട്. കാരണം കുറച്ച് നല്ല ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചിലപ്പോ ഡിപ്രഷൻ അടിച്ച് വേറെ എന്തെങ്കിലും വഴിക്കൊക്കെ പോയാനായിരുന്നു. ഉറപ്പല്ലേ? ഇപ്പൊ എന്തെങ്കിലും ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈമില് എന്താണെന്ന് പറഞ്ഞ തോണി തട്ടി പറയാനോ എന്തെങ്കിലുമൊക്കെ എപ്പോഴും എന്റെ പേഴ്സണലി എനിക്ക് എന്തെങ്കിലുമൊക്കെ ഡിപ്രഷനും കാര്യങ്ങളും വന്നപ്പോ എനിക്ക് ചാരായൊരു തോളം വന്നേക്കണ ഫ്രണ്ട്സ് ആണ്. അപ്പൊ അത് ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കണത്. എന്റെ ലൈഫ് ടേണിംഗ് പോയി ഇപ്പൊ ആ ഒരു ബിസിനസ്സിലേക്ക് ഇപ്പൊ കാലെടുത്ത് വെച്ചതും എനിക്ക് സ്റ്റാർട്ടിങ് ആണ് എന്റെ ഒരു ഫ്രണ്ടാണ് കോളേജിൽ പഠിച്ച. അപ്പൊ ഞാൻ ഇതേപോലെ ഏറ്റവും ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈമില് ആണ് എനിക്ക് ആ ഒരു മെസ്സേജ് വന്നത്, എന്തെങ്കിലുമൊക്കെ അന്ന് തുടങ്ങുന്നുള്ള ഒരു മൂഡില്. അപ്പൊ ആ ഒരു ടൈമില് ഞാൻ അത്ര ഡൗൺ ആയിട്ടിരിക്കണ ഞാൻ വണ്ടി എടുത്തിട്ട് നേരെ എറണാകുളം മാർക്കറ്റിലേക്ക് എന്ന് ഫസ്റ്റ് ഞാൻ ബിസിനസ് തുടങ്ങിയത് മറ്റേ ടോട്ട് ബാഗ് ബിസിനസ് ആണ്. അങ്ങനെ ഞാൻ എറണാകുളം മാർക്കറ്റിൽ പോയിട്ട് ആദ്യം ചെന്ന് ഒരു പർച്ചേസ് ചെയ്ത് ക്ലോത്ത്. ആ ക്ലോത്ത് പർച്ചേസ് ചെയ്താൽ പിന്നെ എന്തായാലും അത് സ്റ്റിച്ച് ചെയ്യണമല്ലോ, നമ്മൾ തുടക്കം കിട്ടണത്. അങ്ങനെ എനിക്കൊരു സ്റ്റാർട്ടിങ് കിട്ടിയത് എന്റെ ഒരു ഫ്രണ്ട് വൈസ് തന്നെയാണ്. ആ ഒരു ഫ്രണ്ടിന്റെ പേര് തന്നെ ഞാൻ പ്രിന്റ് ചെയ്തിട്ട് ഫസ്റ്റ് ടോട്ട് ബാഗ് ഞാൻ അവർക്ക് തന്നെ അടിച്ചു കൊടുത്തു. അപ്പൊ ആ ഒരു സ്റ്റാർട്ടിങ് എനിക്ക് കിട്ടിയപ്പോ നമ്മുടെ ജൂനിയേഴ്സ് സപ്പോർട്ട്, ഇപ്പൊ നമ്മുടെ മോഡൽസ് ആയിട്ട് വന്നേക്കാൻ നമ്മുടെ ജൂനിയേഴ്സ് ആണ്. അവര് ഞാൻ ഇതേപോലെ വലിയൊരു പെണ്ണ് എന്നുവെച്ചാൽ ഇങ്ങനെ വന്ന ടൈം കാരണം അവര് ആ ടൈമില് വർക്കിനൊന്നും പോയിട്ടില്ല. അപ്പൊ ഞാനിതേപോലെ നമ്മുടെ ജൂനിയറില് കോച്ചിന്റെ പേര് ഞാൻ പറയാനുള്ള, അത് ഞാനിപ്പോ വെറുതെ ഞാൻ പൈസ കൈ കൊടുക്കാൻ വേണ്ടി പോയി. അപ്പൊ പൈസ കൊടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കും മനസ്സിലായി എന്നെ പിടിച്ച് അടിച്ചില്ല എന്നുള്ളൂ. അത്രയും മനസ്സിലായ റോട്ടി കിടന്ന് ഷൗട്ട് ചെയ്ത് അതാണ് ഇതാണ് മറ്റൊക്കെ പറഞ്ഞ് ലാസ്റ്റിന് എനിക്കെന്നെ പോയി. ഇനിയിപ്പോ വല്ല സീനാക്കണ്ട വിചാരിച്ചിട്ട് ഒരു സർബത്തും പപ്സും വാങ്ങിച്ചു കൊടുത്തിട്ട് മെസ്സേജ് വിട്ടു. ആ ഒരു കൂട്ടുകാരി മറ്റേ ചെവി കെടുക്കാനായിട്ട് കൂട്ടുകാരി പോയിട്ട് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കാണിക്കാണ് ശരിയാണ്. ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇത്ര കഴിവുള്ള ചെറുപ്പക്കാരെ ഇങ്ങനെ RCS റോഡിൽ ഇങ്ങനെ ഒതുങ്ങിപ്പോയി. ശരിക്കും പറഞ്ഞാൽ വലിയ നിലയില് എത്തേണ്ട ഒരാളായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഫോട്ടോഗ്രാഫി. ചില ടൈമില് ഇദ്ദേഹത്തിന് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാല് ഞാൻ തന്നെ ആയിട്ട് പോകും. ഞാൻ എനിക്ക് ഒരു ഒരു ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കണതിന് ഒരു പരിധി ഉണ്ടല്ലോ. ഇദ്ദേഹം അമേസിങ്. ചില സമയത്ത് ഞാൻ തന്നെ വിചാരിക്കും എന്ത് പറഞ്ഞ ഞാൻ ഒരാളെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യണമല്ലോ. ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാൾ കോംപ്ലിമെന്റ് ചെയ്യും. കോംപ്ലിമെന്റ് ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്കാണെങ്കിൽ അമേസിങ്ങിന്റെ അപ്പുറത്തേക്ക് പറയാൻ എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ അല്ല നമ്മളിപ്പോ എന്തായാലും ഇപ്പൊ ടോട്ട് ബാഗിന്റെ ബിസിനസ് ആയാലും എല്ലാം തുടങ്ങിയപ്പോഴും ഒരു ക്യാമറ ഇട്ട് വന്ന ഒരാളുണ്ട്. അതാണ് അദ്ദേഹത്തിന് ഞാനെങ്ങനെ പറയാനു ഒരു തേങ്ങനോട് ഇല്ലാണ്ട് എനിക്ക് അദ്ദേഹത്തിന് ഓർക്കാൻ പറ്റില്ല. മനസ്സിലായ? ഞാൻ ചോദിച്ചു ഈ കടങ്ങളൊക്കെ ഞാനൊന്ന് വീട്ടൂന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു ചായ വാങ്ങിച്ച് ചായ ചോദിച്ച ആരെങ്കിലും വരും, അന്ന് നീ ഒരു ചായ വാങ്ങിച്ചു കൊടുത്താൽ മതി. ഇന്ന് ഞാൻ കാത്തിരിക്കും ആരെങ്കിലും എന്നിട്ട് വന്നിട്ട് ഒരു ചായ വാങ്ങിച്ചു തരുമെന്ന്. വരുമായിരിക്കും ചെവിയിൽ കിടക്കണിട്ട ഹാപ്പി ആയിട്ടുണ്ടാവണം. ഹാപ്പി ആക്കും ഞാൻ. അപ്പോ അതൊക്കെയാണ്
ഇന്നത്തെ പോഡ്കാസ്റ്റിൽ പറയാനുള്ളത്. നമുക്കന്ന് ഇന്ന് സമയം അതിക്രമിച്ച കാരണം നമുക്കെന്നാ പയ്യെ വൈൻഡപ്പ് ചെയ്യാം. അവസാനമായിട്ട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ലൈഫിൽ പല താഴ്ചകളും ഉണ്ടാവും, പക്ഷെ ഒരു നാൾ ഒരു ഉയർച്ച എന്തായാലും ഉണ്ടായിരിക്കും. എത്ര താഴ്ച എന്തായാലും നമ്മ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിരുത്, ഗീവ് അപ്പ് ചെയ്യുകയും ചെയ്യരുത്. നമ്മൾ ഉയരും, ഒരു ഹൈ ഉണ്ടാവും എന്തായാലും. നമ്മളടിച്ചമർത്തി വരും, നമ്മളെ കുറ്റം പറഞ്ഞവരും എല്ലാവരും നമുക്ക് സൈൻ ഓഫ് ചെയ്യാം. ദിസ് ഈസ് സുഹേൽ ഷക്കീർ ആൻഡ് അജ്മൽ കെ ആൻഡ് അരുൺ സുരേന്ദ്രൻ സൈഡിലേക്ക് വന്നു.